കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച എൽദോസിന്റെ മൃതദേഹം സംസ്കാര ശുശ്രൂഷയ്ക്കായി ഉരുളം തന്നെ മാർത്തോമ പള്ളിയിലെത്തിച്ചു. സംസ്കാരം ചേലാട് കൂറമുറ്റം മാർത്തോമ പള്ളി സെമിത്തേരിയിൽ അല്പസമയത്തിനകം നടക്കും. ഈ നാട് ശബ്ദമുയർത്തുകയും പറയുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ കൂടി എൽദോസിന്റെ ജീവൻ കവർന്നതിലൂടെ ഈ നാട്ടിൽ നിന്നും ഈ ആശങ്ക കടന്നു പോകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഞാൻ ഈ സമയത്ത് വ്യക്തമായൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു രക്തസാക്ഷി കൂടി പക്ഷേ ഇന്ന് രാജ്യത്തിന്റെ വിവരങ്ങളുമായി സുധീഷ് ഗോപാലൊപ്പം ചേരുന്നു. സുധീഷ്, വിവരങ്ങൾ എന്താണ്? കൃഷ്ണരാജ്, ഇപ്പോൾ സംസ്കാര ശുശ്രൂഷയ്ക്കായിട്ടാണ് ഇപ്പോൾ മൃതദേഹം പള്ളിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം ചേലാട് മാർത്തോമ പള്ളി സെമിത്തേരിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെയാണ് അന്തിമ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ സംസ്കാര ശുശ്രൂഷയാണ് പുരോഗമിക്കുന്നത്. നിരവധി പേര്, സമൂഹത്തിന് നാനാ തുറകളിൽപ്പെട്ടവർ ഇപ്പോൾ അന്തിമോപചാരവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. ഒപ്പം പ്രാർത്ഥനാ ചടങ്ങുകളും നടക്കുന്നു. ഇന്ന് 11 മണിയോടെയാണ് എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. തുടർന്ന് വിലാപയാത്രയായി നാട്ടിലെത്തിക്കുകയായിരുന്നു. അതിനുശേഷം വീട്ടിൽ വെച്ചുള്ള പ്രാർത്ഥനയും മറ്റും പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ മൃതദേഹം ഇവിടെ ഉരുളം തണ്ണിയിലെ മാർത്തോമ പള്ളിയിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ അന്തിമ ശുശ്രൂഷ കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടെ നിന്നും ചേലാട്ടേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെയും 10 മിനിറ്റാവും ചടങ്ങുകൾ ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. വലിയ പ്രതിഷേധമാണ് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. കാരണം ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള സംരക്ഷണം അത് ഒരുക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങളും തദ്ദേശ സ്ഥാപനവും എല്ലാം അമ്പേ പരാജയപ്പെട്ടതിന്റെ ഒരു രക്തസാക്ഷിയാണ് എൽദോസ് എന്നാണ് നാട്ടുകാർ വിലയിരുത്തുന്നതും. കാരണം ഒരു വഴിവിളക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ഒരു അപകടം, ഇല്ലെങ്കിൽ ഈ ഒരു സംഭവമാണ്. അത് അത്തരം ഒരു ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടാകാഞ്ഞതാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് വഴിവെച്ചത്. അതോടൊപ്പം തന്നെയാണ് മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ വനം വകുപ്പായാലും എല്ലാവരും വലിയ വീഴ്ചയാണ് വരുത്തുന്നത്. ഇന്ന് തന്നെ നാട്ടുകാർ പറയുകയായിരുന്നു, ഫോറസ്റ്റിന്റെ ഓഫീസിലേക്ക് വിളിച്ചാൽ അവർക്ക് വാഹനമില്ല, ഇല്ലെങ്കിൽ ഡീസലില്ല, വിവിധ കാരണങ്ങൾ പറഞ്ഞ് അവർ തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. ആ ഒരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. വന്യമൃഗ ശല്യം അതിരൂക്ഷമാണ്. കൃഷിയും സ്വത്തുക്കളും അതോടൊപ്പം തന്നെയാണ് ജീവനും ഭീഷണിയായി ഇത് മാറിയിരിക്കുന്നത്. ഇതിന് ശാശ്വത പരിഹാരമാണ് ആവശ്യപ്പെടുന്നത്. അതിനുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നു. എൽദോസിന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് വരെയും ആ പ്രദേശത്തൊരു തെരുവുവിളക്കുകൾ പോലും തെളിഞ്ഞിരുന്നില്ല. ഇന്നും ബാക്കി എല്ലാ പ്രദേശങ്ങളിലേക്കും തെരുവുവിളക്കുകൾ സ്ഥാപിക്കുമെന്നൊക്കെ ജില്ലാ കളക്ടർ വാക്ക് നൽകിയിരുന്നെങ്കിലും അതിന് നടപടിയായിട്ടില്ല എന്ന പ്രതിഷേധവും നാട്ടുകാർ ഉന്നയിക്കുകയാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച എൽദോസിന്റെ മൃതദേഹം സംസ്കാര ശുശ്രൂഷയ്ക്കായി ഉരുളം തന്നെ മാർത്തോമ പള്ളിയിൽ എത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ചേലാട് കൂറമറ്റം മാർത്തോമ പള്ളി സെമിത്തേരിയിലാണ് നടക്കുക. അത് ഈ ശുശ്രൂഷകൾ കഴിഞ്ഞ ശേഷമാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.